കർമ്മങ്ങൾ ഉഷാറാക്കാൻ വേണ്ടി നാലാൾ കാണുന്ന ഒരു സംഗതിയാണ് കർമ്മം. വഅ്ളും പ്രസംഗവും അതുപോലെ ഇബാദത്തും ദീനീ പ്രവർത്തനങ്ങളും അതുപോലെ ചാരിറ്റി പ്രവർത്തനങ്ങളും ഇങ്ങനെ എന്തൊക്കെ ജനങ്ങൾ കണ്ടാൽ അവർ അത്ഭുതപ്പെട്ടു പോകുന്ന രൂപത്തിൽ കർമ്മങ്ങൾ നന്നാക്കാൻ വേണ്ടിയാണ് 90% ആളുകളും മെനക്കെടുന്നത്. പക്ഷേ നല്ലത് തന്നെയാണ്. പക്ഷേ കർമ്മം നന്നാക്കാൻ വേണ്ടി മെനക്കെടുന്നതിൻ്റെ എത്രയോ ഇരട്ടി ഖൽബ് നന്നാക്കാൻ വേണ്ടി മെനക്കെടേണ്ടതുണ്ട് എന്ന കാര്യം വിസ്മരിച്ചു പോവുകയാണ് പൊതുവെ. ഞാൻ നന്നായിട്ട് പറയില്ല, ആ സംഗതി പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. നന്നാവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ബഹുമാനപ്പെട്ട നബിതങ്ങൾ പറഞ്ഞിൽ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, സൽക്കർമ്മം എന്ന പേരിൽ മനുഷ്യന്മാർ ചെയ്യുന്ന ഏത് സൽക്കർമ്മമാണെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ വിലയിരുത്തുന്നത് അവൻ ആ ചെയ്യുന്ന ആളുടെ മനസ്സിലുള്ള നിയ്യത്തിലേക്ക് നോക്കിയിട്ടാണ്. നബിതങ്ങൾ പറഞ്ഞല്ലോ, ഇന്നല്ലാഹ ലാ യൻദുറു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും തന്നെ നോക്കുകയില്ല ഇലാ സുവരിക്കും, നിങ്ങളെ ബാഹ്യമായ കോലങ്ങളിലേക്കോ ബാഹ്യരൂപങ്ങളിലേക്കോ, വലാ ഇലാ അഅ്മാലിക്കും, ജനങ്ങൾ അത്ഭുതപ്പെട്ടു പോകുന്ന നിങ്ങളെ കർമ്മങ്ങളിലേക്കോ അള്ളാഹു നോക്കുന്നില്ല. വലാകിൻ യൻദുറു, അള്ളാഹു എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കില്ല ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്. ഇത് ഇന്ന് കൂടുതൽ പറയേണ്ട ഒരു സംഗതി ആയതുകൊണ്ട് ഞാൻ എന്താക്കാണ് പറയുന്നത് മാത്രം. ഞാനായാലും നിങ്ങളായാലും നമ്മുടെ ഖൽബിൻ്റെ കാര്യം, ഒരാളോടും ഒരാൾ ചെറുതായി കാണാതെ, ഒരാൾ ചെറുതായി കാണാനുള്ള കിബർ, ഒരാളോടും കിബറുണ്ടാവരുത്. കിബറുണ്ടായിക്കഴിഞ്ഞാൽ അവൻ്റെ ഒരു സൽക്കർമ്മവും അള്ളാഹ്ക്ക് വേണ്ട. അതുപോലെ ആരോടും അസൂയ, തനിക്ക് കിട്ടാത്തൊരു കാര്യം അള്ളാഹു തആല വേറൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ഇവൻ എന്ത് ചെയ്യും? അവൻ്റെ മാതിരി ആവാൻ വേണ്ടി എന്ത് ചെയ്യും നോക്കും. ആവാഞ്ഞാൽ പിന്നെ അത് നീങ്ങാൻ വേണ്ടി ആഗ്രഹിക്കും ഉള്ളിൽ. അതിൻ്റെ പേരാണ് അസൂയ. അസൂയ ലേശം ഉണ്ടോ കൽബിൻ്റെ ഉള്ളിൽ, അവൻ്റെ സൽക്കർമ്മം അള്ളാഹ്ക്ക് വേണ്ട. നീ കിബറും ഹസദും രണ്ടും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ലോകമാന്യം വല്ലാത്തൊരു വിഷയമാണ്. ലോകമാന്യം എന്താണെന്ന് തന്നെ അറിയാത്തൊരു അവസ്ഥയിലായിപ്പോയി. കാരണം എന്തുണ്ടെങ്കിലും എന്താക്കണം, ഫോട്ടോ മയ്യത്ത് കയറിക്കണം, ഫോട്ടോ പിടിക്കണം, എന്താ ചെയ്യുക, നാലാൾ അറിയണം. ആരെയും നിസ്സാരമാക്കുന്നില്ലെങ്കിലും ആരോടും അസൂയയില്ലെങ്കിലും ഇവന് മോശമാവരുത് എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. ലോകമാന്യത്തിന് ഏറ്റവും ചെറിയ രൂപം അതാ. 4 ആൾ കൂടി ഇരിക്കുമ്പം എനിക്ക് ഓലേക്കാൾ ഉഷാറൊന്നും ആവണ്ട, ഓലയിൽ മോശമാവരുതേ എന്നൊരു ചിന്ത ലോകമാന്യമാണ്. മോശമാവരുതേ എന്നുള്ള ചിന്ത, ഇങ്ങനത്തെ ലോകമാന്യമോ. അപ്പോൾ സൽക്കർമ്മം ചെയ്യുമ്പോഴെല്ലാം തന്നെ എൻ്റെ ഇബാദത്ത് മോശമായി പോകരുത്, ആളുടെ ഒരു മോശം വന്നു പോകരുത്, ഇമാമത്ത് നിൽക്കേണ്ട എൻ്റെ ഖിറാത്ത് മോശമായി പോകരുത്, ഇങ്ങനെ ഒരുപാട് പറയണ്ട. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ലോകമാന്യം നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് ഇഖ്ലാസ് വേണം. എന്താ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഏത് സൽക്കർമ്മം ചെയ്യുമ്പോഴും പടച്ചവനെ നിനക്ക് വേണ്ടി എന്ന നിയ്യത്തല്ലാത്ത വേറൊരു നിയ്യത്തും ഉണ്ടാവാൻ പാടില്ല. വലിയ പ്രയാസമാണ്.